എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു വൈ ബേത്ലഹേം, എന്തുകൊണ്ടാണ് യേശു ബേത്ലഹേമിൽ ജനിച്ചത്. അതിൻ്റെ ഒന്നാം ഭാഗമാണ് നമ്മൾ കണ്ടത്. അവിടെ നമ്മൾ കണ്ടു യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് മീഖാ പ്രവാചകനിൽ കൂടെ ദൈവം ഒരു പ്രവചനം ബേത്ലഹേമിനോട് ചെയ്തായിരുന്നു. ആ പ്രവചനത്തിൻ്റെ ആ വാഗ്ദത്തത്തിൻ്റെ നിറവേറ്റലായിരുന്നു എന്ന് നമ്മൾ കണ്ടു. പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ 700 വർഷം മുമ്പ് മീഖാ പ്രവാചകനിൽ കൂടെ ചെയ്ത ആ പ്രവചനം പോലും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ഒരു നിറവേറ്റലായിരുന്നു. ഏത് വാഗ്ദത്തം? യേശു ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു വ്യക്തിയോട്, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയോട്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം പേഴ്സണലി ചെയ്ത ഒരു വാഗ്ദത്തം. അതെന്തെന്നറിയോ? 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ദൈവം ദാവീദ് രാജാവിനോട് ചെയ്യുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ദാവീദിൽ ദൈവം പ്രസാദിച്ചു. എന്നിട്ട് ദാവീദിനോട് ദൈവം പറയുന്നത്, ഞാനത് മലയാളത്തിൽ വായിക്കാം. 2 ശമൂവേൽ 7:16, നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. ഇവിടെ ദൈവം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. നിന്റെ ഗ്രഹം. ഏതാ ദാവീദിൻ്റെ ഗ്രഹം? 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ പോയത് എവിടെയാണെന്നറിയോ? ബേത്ലഹേമിൽ. ഈ ബേത്ലഹേം എന്ന് പറയുന്നത് ദാവീദിൻ്റെ ഗ്രഹം. ഒരു കുഞ്ഞു ടൗണിൽ താമസിക്കുന്ന ആൾക്കാർക്കറിയാം. ഇപ്പം എൻ്റെ അപ്പച്ചൻ്റെ വീട് ഒരു ചെറിയൊരു ടൗണിലാണ്. ഞങ്ങളുടെ വീട്ടുപേരും സ്ഥലത്തിൻ്റെ പേരും എല്ലാം ഒന്നാണ്. ആ വീട്ടിലെത്തേണ്ട ആ സ്ഥലത്തിലേക്ക് സ്ഥലത്തിൽ എത്തുമ്പോഴത്തേന് തന്നെ നമ്മൾ വീട്ടിലെത്തിയൊരു ഫീലിംഗാണ്. കാരണം ആ ഏരിയയിലെ ആൾക്കാർക്കെല്ലാം അന്യോന്യം അറിയാം. ഒരു വീട് പോലാണ്. ഈ ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ബേത്ലഹേമിൽ എത്തിയപ്പോഴത്തേന് തന്നെ അവിടെ നമ്മൾ വായിക്കുന്നു, അവിടുത്തെ ആൾക്കാരെല്ലാം ഓടി ചെന്നു. എന്ത് പറ്റി? എല്ലാം ഓക്കെ ആണോ? കാരണം എല്ലാവർക്കും അന്യോന്യം അറിയാം. ഈ ബേത്ലഹേം എന്ന് പറയുന്ന ദാവീദിനെ സംബന്ധിച്ചോളം എൻ്റെ ഗ്രഹം. അപ്പം ദാവീദിനോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിൻ്റെ അതിൻ്റെ ഒരു അടിവര ഇടുവായിരുന്നു മീഖാ പ്രവാചകനിൽ കൂടെയുള്ള ബേത്ലഹേമിനോടുള്ള ദൈവത്തിൻ്റെ പ്രവചനം. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ റോമൻ ചക്രവർത്തി അങ്ങനെ ഒരു പ്രഖ്യാപിക്കുമ്പോഴത്തേക്കിനും യോസേഫ്, അതിൻ്റെ 4-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം, യോസേഫ് പെട്ടെന്ന് മറിയയും കൊണ്ട് നസ്രത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് പോകുന്നു. എന്തുകൊണ്ട്? അവിടെ പറയുന്നത് യോസേഫിൻ്റെ ഗ്രഹം എന്ന് പറയുന്നത്, യോസേഫിൻ്റെ വീട് ബേത്ലഹേം ആയിരുന്നു. യോസേഫ് ദാവീദിൻ്റെ ഗ്രഹത്തിലെ ആയിരുന്നു. അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ദാവീദിൻ്റെ ഗ്രഹത്തിലെ ഒരു വ്യക്തിയായിരുന്നു യോസേഫ്. യോസേഫിന് വേണേൽ ചിന്തിക്കാം, ഈ ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ ദൈവം വേറെ ആരെയും സെലക്ട് ചെയ്തില്ല, എന്നെ തന്നെയാണല്ലോ ഈ കുഞ്ഞിനെ വളർത്താൻ സെലക്ട് ചെയ്ത്. എൻ്റെ കഴിവ് ബാക്കിയുള്ള ആണുങ്ങളെക്കാട്ടിലും ഒക്കെ എനിക്ക് പ്രത്യേക കഴിവുണ്ട്, അതുകൊണ്ടാണ് ദൈവം എന്നെ ഈ കൊച്ചിൻ്റെ അപ്പനായിട്ടുള്ള സ്ഥാനത്തിൽ സെലക്ട് ചെയ്ത് എന്ന് വേണമെങ്കിൽ യോസേഫിന് ചിന്തിക്കായിരുന്നു. പക്ഷെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞ യോസേഫ് ഒരു ഹംബിൾ മനുഷ്യനായിരുന്നു, ഒരു റൈറ്റ്യസ് മനുഷ്യനായിരുന്നു, ദൈവഭയമുള്ള മനുഷ്യനായോണ്ട് ദൈവം യോസേഫിനെ തിരഞ്ഞെടുത്തു. യോസേഫിന് അറിയായിരുന്നു, എൻ്റെ കഴിവൊന്നുമല്ല, എൻ്റെ മിടുക്കൊന്നുമല്ല, എൻ്റെ അപ്പച്ചനോട് ദാവീദിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം നിറവേറ്റാൻ ദൈവം എന്നെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു താഴ്മ യോസേഫിനുണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലതും നേടിയെടുക്കുമ്പോൾ, അല്ലെ ചില സ്ഥാനത്തേക്കൊക്കെ ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ, ചില നല്ല പഠിത്തങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ തരുമ്പോൾ, അല്ലെ ചില സ്ഥലങ്ങളിൽ നമ്മളൊക്കെ പണ്ട് തൊട്ടേ ആഗ്രഹിക്കുന്നതാണ്, നമുക്ക് ഇന്നടത്ത് പോകണം. അപ്പോൾ അവിടേക്കൊക്കെ ദൈവം നമ്മളെ എത്തിച്ചു കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ ഒരു ചെറിയ അഹങ്കാരമൊക്കെ കയറിയെന്നിരിക്കും. ഇതൊക്കെ ഞാൻ എൻ്റെ കഴിവും കൊണ്ടല്ലേ, എൻ്റെ മോൻ മിടുക്കനല്ല, എൻ്റെ മോള് മിടുക്കിയ, അതുകൊണ്ടാണ്. നോ. അങ്ങനത്തെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിന് മലയാളത്തിൽ പറയുന്ന ഒരു പേരാണ് അഹങ്കാരം, അല്ലെ നിഗളം. ഒരു വാക്യം വായിക്കാം. യാക്കോബ് എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മലയാളത്തിൽ ഞാൻ വായിക്കാം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. നിഗളികളോട് ദൈവം എന്താ ചെയ്യുക? എതിർത്ത് നിൽക്കുക. ഇപ്പം ഞാൻ എന്നുള്ള ചിന്തയുള്ള ഒരാൾ എത്രയധികം മുൻപോട്ട് പോകാൻ ശ്രമിച്ചാലും പോകാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ? ഇങ്ങനെ ഒരാൾ എതിർത്ത് നിൽക്കുക ദൈവം തന്നെ. പക്ഷെങ്കിൽ അവിടെ പറയുന്ന താഴ്മയുള്ളവരോട് ദൈവം എന്ത് ചെയ്യുന്നു? കൃപ. ഈ പറയുന്ന കൃപ എന്തെന്ന് വെച്ചാൽ
ദൈവത്തിൻ്റെ വിശ്വസ്തത മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടി മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി, ദൈവം ആ വ്യക്തിയെ കണ്ട് കരങ്ങളിലെടുത്ത് മുൻപോട്ട് കൊണ്ടുവന്ന ഒരവസ്ഥ, അതാണ് ദൈവത്തിൻ്റെ കൃപ. ആ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾക്ക് ജീവിക്കാം. 2024 നമ്മൾ പ്രവേശിക്കാൻ പോകുമ്പോൾ ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടെ ആയിരിക്കാം. ഈ ഞാനെന്നുള്ള ഭാവം എല്ലാം കളഞ്ഞ് ദൈവസന്നിധിയിൽ ദൈവമേ നിൻ്റെ വിശ്വസ്തത എൻ്റെ ജീവിതത്തിൽ നിറവേറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് താഴ്മയോടുകൂടി ദൈവസന്നിധിയിൽ ഇരുന്നാൽ 2024 ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ നമുക്ക് തരും. അങ്ങനെ നമ്മളെ ഓരോരുത്തരെയും ദൈവകൃപയാൽ നിറയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലെസ് യു.